ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താണെന്നല്ലേ? അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ട്, അത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് നിങ്ങളിലൂടെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പലരും എന്നെ നേരിട്ട് വിളിച്ച് ക്ലാസ് വളരെ നന്നായി പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. അത് മാത്രമല്ല, കമന്റ്സ് വായിക്കുമ്പോൾ കൂടുതൽ സന്തോഷം. കാരണം അത്തരം കമന്റ്സിലൂടെയാണ് എനിക്ക് എന്റെ തെറ്റുകളെ മനസ്സിലാക്കാനും അത് കറക്റ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. ശരിയല്ലേ? ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതേപോലെയുള്ള ഒരു സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൊല്യൂഷൻസ് എന്ന ചാപ്റ്റർ ഒക്കെ പഠിച്ചു തുടങ്ങിയോ? പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അതിനെ ഉപേക്ഷിക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ ഇനി അധികം പാചകം അടിക്കാനൊന്നും നിൽക്കുന്നില്ല. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിന്റെ ഒരു വേറെ ലെവലിലേക്ക് കടക്കുകയാണ്. കളി വേറെ ലെവൽ എന്ന് പറയുന്ന പോലെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്റർ ഒരു വേറെ ലെവലിലേക്ക് മാറാൻ പോവാണ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്. വേപ്പർ പ്രഷർ എന്നും കേട്ടിട്ടുണ്ട്, ലിക്വിഡ് സൊല്യൂഷൻസ് എന്നും കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ച് പാർട്ട് 1 വീഡിയോയില് ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് പറഞ്ഞപ്പോ വിശദമായി പറഞ്ഞു തന്നതാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ഒരു ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിലൊരു സൊല്യൂട്ടും ഉണ്ടാവും, സോൾവെന്റും ഉണ്ടാവും. ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, സോൾവെന്റും ലിക്വിഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് അറിയേണ്ടത് വേപ്പർ പ്രഷർ എന്താണെന്നാണ്. +1 ക്ലാസ്സിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു പക്ഷേ ഇത് പഠിച്ചിട്ടുണ്ടാവും. വേപ്പർ പ്രഷറും അതിനോട് ബന്ധപ്പെട്ട് അതിനെ എഫക്ട് ചെയ്യുന്ന 1-2 ഫാക്ടേഴ്സും. വേപ്പർ പ്രഷറിനെ കുറിച്ച് എല്ലാ കുട്ടികൾക്കും അറിയണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതെന്താണെന്ന് ആദ്യം പറഞ്ഞു തരാം. അതിനോട് റിലേറ്റ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, വേപ്പർ പ്രഷറിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് നിങ്ങളെ മെമ്മറൈസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കെമിക്കൽ ഈക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ ലിക്വിഡ് വേപ്പർ ഈക്വിലിബ്രിയത്തിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ലിക്വിഡും വേപ്പറും തമ്മിലുള്ള ഒരു ഈക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ആ എക്സാമ്പിൾ എന്താണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. അതായത് ഒരു വെസലില് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുന്നു. ആ വെസല് നമ്മൾ ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്യുന്നു. ഇനി അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ലിക്വിഡില്, അതായത് വാട്ടർ ആണ് എടുത്തതെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും അല്ലെ? ഈ വാട്ടർ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കൊളീഷൻ നടന്നിട്ടായിരിക്കും ഇതിന്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ കൊളീഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വാട്ട് ഹാപ്പൻസ് ടു ദീസ് വാട്ടർ മോളിക്യൂൾസ്? ദേ ഗെറ്റ് എനർജി ആൻഡ് ദേ എസ്കേപ്പ് ഫ്രം ഇറ്റ്സ് സർഫസ് ആൻഡ് ഗോ ടു ദി സ്പേസ് ആസ് വേപ്പേഴ്സ്. ഇതിന്റെ ഉള്ളിലുള്ള ലിക്വിഡ് മോളിക്യൂൾസ് ഈ സ്പേസിൽ വേപ്പേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നടന്ന പ്രോസസ് എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ. ഇനി ഇതുപോലെ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പർ ഫോമിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇനി ആ വേപ്പർ ഫോമിൽ മാത്രമായിട്ട് എക്സിസ്റ്റൻസ് ഇല്ല അതിന്. അവിടെ എന്താ നടക്കുക? വേപ്പർ സ്റ്റേജില് ഇവിടെയുള്ള ഈ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. അവര് തിരിച്ച് ഈ വാട്ടർ മോളിക്യൂൾസിന്റെ ഈ ഒരു സർഫസിലേക്ക്, അതായത് ഈ ലിക്വിഡിന്റെ ഈ സർഫസിലേക്ക് വരും. ഉടൻ തന്നെ ഈ വാട്ടർ മോളിക്യൂൾസ് ഇതിനെ ക്യാപ്ചർ ചെയ്യും, ലിക്വിഡ് ഫോമിലേക്കായിട്ട് മാറി. അവിടെ ഏത് പ്രോസസ്സാണ് നടന്നത്? കണ്ടൻസേഷൻ. അതായത് ഇവിടെ നിന്ന് ഇവാപ്പറേഷനും തിരിച്ച് അവിടെ നിന്ന് കണ്ടൻസേഷനും നടന്നു. ഇതിങ്ങനെ നടന്ന് ഒരു പർട്ടിക്കുലർ സ്റ്റേജില്, അത് ഏത് സ്റ്റേജാ? ഈക്വിലിബ്രിയത്തില് the rate of evaporation and the rate of condensation becomes equal. ഓക്കെ, ഈ ഈക്വിലിബ്രിയത്തിൽ വെച്ച് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ വേപ്പേഴ്സ് ഈ ലിക്വിഡിന്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആണ് വേപ്പർ പ്രഷർ. സോ വാട്ട് ഈസ് വേപ്പർ പ്രഷർ? Vapor pressure of a liquid is the pressure exerted by its vapors
when the liquid and the vapors are in equilibrium at a particular temperature. Equilibrium എന്ന അവസ്ഥയില് ഈ വേപ്പേഴ്സ് ഈ ലിക്വിഡിന്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ആണ് വേപ്പർ പ്രഷർ. ഓക്കെ, നമ്മൾ സാധാരണ VP വേപ്പർ പ്രഷർ ഇസ് VP എന്ന് എഴുതാറുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ മെൻഷൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ടെമ്പറേച്ചറിന് മാറ്റം വന്നു കഴിഞ്ഞാൽ വേപ്പർ പ്രഷറിന് മാറും. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ടിങ് ദി വേപ്പർ പ്രഷർ. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ദ ലിക്വിഡ്. അതായത് ലിക്വിഡിന്റെ സ്വഭാവം അനുസരിച്ച് വേപ്പർ പ്രഷറിൽ മാറ്റം വരാം. സപ്പോസ് നമ്മൾ ഈ വാട്ടറിന് പകരം ഇവിടെ എടുത്തത് ആസറ്റോണോ അതല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോളോ അതല്ലെങ്കിൽ ഈതറോ പോലെയുള്ള സോൾവെന്റുകളാണെന്ന് കരുതുക. ഇത്തരം സോൾവെന്റുകൾ ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവര് തമ്മിലും, അതായത് ഇപ്പൊ അസറ്റോൺ ആണ് ഇതിന്റെ ഉള്ളിലുള്ളതെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്താൽ മതി, കൺഫ്യൂഷൻ വരണ്ട. അസറ്റോൺ ആണ് എടുത്തതെങ്കിൽ അസറ്റോണിൽ എന്തുണ്ട്? അസറ്റോണിന്റെ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ? ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു ഇന്റർ മോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീക്കാണ്. ഇത്തരം ഇന്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ അസറ്റോൺ മോളിക്യൂൾസ് ആർ വെരി വീക്ക്. അപ്പൊ എന്താ ഉണ്ടാവുക? അവരിലുള്ള ബോണ്ടുകൾ പെട്ടെന്ന് ബ്രേക്ക് ആവുകയും ഇവര് മുകളിലേക്ക് എസ്കേപ്പ് ചെയ്തു പോവും ആസ് വേപ്പേഴ്സ്. അങ്ങനെ ഈ എസ്കേപ്പിംഗ് ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും ഈ അസറ്റോണും അതുപോലെ തന്നെ ഈതർ പോലെയുള്ള സോൾവെന്റുകൾ, ഈഥൈൽ ആൽക്കഹോൾ ഒക്കെ അതിനോട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോ ഇവിടെ വേപ്പേഴ്സ് കൂടും. വേപ്പേഴ്സ് കൂടുമ്പോ എന്താ സംഭവിക്കുക? വേപ്പർ പ്രഷറും കൂടും. വാട്ടറിനും ഈഥൈൽ ആൽക്കഹോളും അസറ്റോണും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേപ്പറൈസിംഗ് ടെൻഡൻസി എന്ന് പറയുന്നത് ഇപ്പൊ ഈഥൈൽ ആൽക്കഹോൾ അസറ്റോണിനൊക്കെയാണ്, വാട്ടറിനേക്കാളും കമ്പയർ ടു വാട്ടർ. ഓക്കെ, കാരണം വാട്ടറിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അപ്പോ അവർ ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് എസ്കേപ്പ് ചെയ്ത് വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് പോവാൻ കുറച്ചും കൂടി ടൈം എടുക്കും. ഇവരിൽ അങ്ങനെ ഇല്ല. അപ്പൊ അത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് ആണ്. ദ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ മാറ്റം വന്നാൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വേപ്പർ പ്രഷറും കൂടും. കാരണം എന്താ? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ ഇൻക്രീസസ്. കൈനറ്റിക് എനർജി കൂടിയാൽ എന്താ സംഭവിക്കുക? മോർ മോളിക്യൂൾസ് വിൽ എസ്കേപ്പ് ഫ്രം ദ സർഫസ്. ഈ സർഫസിൽ നിന്ന് കൂടുതൽ മോളിക്യൂൾസ് വേപ്പർ ഫേസിലേക്ക് പോകും. വേപ്പർ ഫേസിലേക്ക് പോയി കഴിഞ്ഞാലോ വേപ്പർ പ്രഷർ കൂടും. കാരണം ഈ വേപ്പേഴ്സ് ഈ ലിക്വിഡിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ കൂടും. സ്വാഭാവികമായിട്ടും വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ വേപ്പർ പ്രഷറിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയെങ്കിലേ ഞാൻ പറഞ്ഞ ടോപ്പിക്കിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ക്ലോസ്ഡ് വെസൽ എടുക്കുന്നു. അതില് വാട്ടർ ആണ് ഞാൻ ആദ്യത്തെ വെസലിൽ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ വെസലിൽ എടുത്തിട്ടുള്ളത് ഈഥൈൽ ആൽക്കഹോൾ ആണ്. മൂന്നാമത്തെ വെസലിൽ എടുത്തിട്ടുള്ളത് വാട്ടറും ഈഥൈൽ ആൽക്കഹോളും തമ്മിലുള്ള ഒരു മിക്സ് ആണ്. അത് വാട്ടർ ആണ്. ബി എന്ന് പറയുന്നത് എത്തനോൾ ആണ്. ഈ വാട്ടർ എടുത്ത ഈ വെസലില് ഇക്വിലിബ്രിയം സ്റ്റേജിലാവുമ്പോ ഇവിടെ വാട്ടറിന്റെ വേപ്പേഴ്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോ ഈ വാട്ടറിന്റെ വേപ്പേഴ്സ് ഇവിടെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു പ്രഷറാണ് ഇതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അല്ലെ. ഈ വേപ്പർ പ്രഷർ ഫോർ എ പ്യുവർ കമ്പോണന്റ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ്, for a pure component the vapor pressure is represented as P0A. The vapor pressure for a pure component is represented as P0A. Okay, ഇവിടെ വാട്ടർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ P0 ഓഫ് വാട്ടർ ആണ്. ഞാൻ എ കൊണ്ട് റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിളിലൂടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജനറലൈസ് ചെയ്ത് എ എന്ന് എഴുതാം. അപ്പോ ഈ P0A എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദി വേപ്പർ പ്രഷർ ഓഫ് ദിസ് പ്യുവർ സോൾവെന്റ്. ഇതില് എത്തനോൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും. ആ വേപ്പർ പ്രഷർ ഈ ഒരു സോൾവെന്റിന്റേത് മാത്രമാണ്. അപ്പൊ നമുക്കിവിടെ എഴുതാം ദ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ P0B ആണ്. ശരിയല്ലേ? P0B എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. ഇവിടെയും തന്നെയാണ് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് എ. ഇത് പ്യുവർ സോൾവെന്റ് ബി.
ഓക്കെ, അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ ഇത് മെൻഷൻ ചെയ്യുന്നത് ഓർക്കുക. P0A എന്ന് പറയുന്നതും P0B എന്ന് പറയുന്നതും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തു. ആൻഡ് ദീസ് ടു ആർ വോളട്ടൈൽ ലിക്വിഡ്സ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് വോളട്ടൈൽ ലിക്വിഡുകളെ കുറിച്ചിട്ടാണ്. വോളട്ടൈൽ ലിക്വിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോകാൻ സാധിക്കുന്ന ലിക്വിഡുകൾ. വാട്ടർ ആയാലും വേപ്പറൈസബിൾ ആണ്, എത്തനോൾ ആണെങ്കിലും വേപ്പറൈസബിൾ ആണ്. എത്തനോളിനാണ് കൂടുതൽ വേപ്പറൈസിംഗ് ടെൻഡൻസി ഉള്ളതെന്ന് ഓർക്കുക കമ്പയർ ടു വാട്ടർ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നമ്മൾ ഏത് കമ്പോണന്റ് ആണോ കൂടുതൽ എടുത്തത് അതിന്റെ വേപ്പേഴ്സ് ആയിരിക്കും കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുക. എമൗണ്ട് കുറവുള്ളതിന്റെ വേപ്പേഴ്സ് വളരെ കുറവായിരിക്കും. അപ്പൊ വേപ്പർ പ്രഷർ എക്സൈറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എമൗണ്ടിലുള്ളതാണെന്നും കൂടി ഓർക്കണം. ഇനി ഇവിടെ ഇത് രണ്ടെണ്ണത്തിന്റെ മിക്സ് വന്നപ്പോ തന്നെ ഇതില് വേപ്പേഴ്സ് എന്ന് പറയുന്നത് വാട്ടറിന്റെ ഉണ്ട്, എത്തനോളിന്റെ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ മിശ്രിതമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് പ്യുവർ കമ്പോണന്റ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ P0B എന്നോ P0A എന്നോ അല്ല പറയാ. ഇവിടെ ഓരോ കമ്പോണന്റും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഉണ്ട്. എ എന്ന കമ്പോണന്റ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് PA ആണ്. ബി എന്ന് പറഞ്ഞ കമ്പോണന്റ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് PB ആണ്. PA ആൻഡ് PB ആർ ദി പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സ് ഓഫ് കമ്പോണന്റ്സ് എന്താണ് A ആൻഡ് B. അപ്പൊ വാട്ട് ഈസ് ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദിസ് സൊല്യൂഷൻ? നമുക്ക് പറയാം ടോട്ടൽ വേപ്പർ പ്രഷർ P total is equal to PA plus PB. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പഠിച്ചിട്ടില്ലേ? ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സം ഓഫ് ദി പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സ്. അപ്പോ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു PA plus PB. അപ്പൊ ഇവിടെ PA എന്താണെന്നും PB എന്താണെന്നും P0B എന്താണെന്നും P0A എന്താണെന്നും P ടോട്ടൽ എന്താണെന്നും ഒരു കുട്ടി അറിഞ്ഞിരിക്കണം. ഒരു ബൈനറി സൊല്യൂഷൻ ആവുമ്പോ അതിലൊരു സൊല്യൂട്ടും സോൾവെന്റ് ഉണ്ടാവും. രണ്ടും വോളട്ടൈൽ ലിക്വിഡുകൾ ആണെങ്കിൽ ഓരോ കമ്പോണന്റുകളും അവരുടേതായിട്ടുള്ള വേപ്പർ പ്രഷർ അവിടെ ഉണ്ടാവും. അപ്പോ എ കമ്പോണന്റ് എക്സൈറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ ആണ് PA. നമ്മൾ P0A എന്നല്ല എഴുതുന്നത്, പാർഷ്യൽ വേപ്പർ പ്രഷർ ആണ്. പ്യുവർ ആയിട്ടുള്ള ലിക്വിഡ് കമ്പോണന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ P0A എന്നൊക്കെ എഴുതുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വെറും PA PB എന്നൊക്കെയാണ് എഴുതുക. അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുക. ഇനി എടുക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഒരു ലോയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ചാപ്റ്ററിലേക്ക് വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവരും നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഇരിക്കുക. നമുക്കൊരു ചെറിയ കാര്യം പോലും ഇവിടെ നിന്ന് മിസ്സാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മളുടെ എക്സാമിന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വാട്ട് ഈസ് റൗൾസ് ലോ. അപ്പോ റൗൾസ് ലോ എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിച്ചു തരാം. 1886 ഫ്രഞ്ച് കെമിസ്റ്റ് ഫ്രാങ്കോയിസ് മാർട്ടെ റൗലിത്ത് gave a relationship between partial vapor pressures and mole fraction. അപ്പോ നമ്മൾ പഠിക്കുന്നത് ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ ലിക്വിഡ് സൊല്യൂഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം പറയുന്നത് എന്തെന്ന്. ഹി ഫൗണ്ട് എ റിലേഷൻഷിപ്പ് ദാറ്റ് കണക്ടിങ് ദ പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സ് ഓഫ് ദ ലിക്വിഡ് ആൻഡ് ഓൾസോ ദി മോൾ ഫ്രാക്ഷൻ. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹെൻറീസ് ലോ. അത് ഗ്യാസ് ഇൻ ലിക്വിഡിനെ ബേസ് ചെയ്തിട്ടായിരുന്നെങ്കിൽ ഇവിടെ ലിക്വിഡും തമ്മിലുള്ള റിലേഷൻ ആണെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോ ഗ്യാസ് ഇൻ ലിക്വിഡ് തമ്മിലുള്ള പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചത് ഹെൻറി ആണെങ്കിൽ ലിക്വിഡ് തമ്മിലുള്ള പാർഷ്യൽ പ്രഷേഴ്സും അതോടൊപ്പം തന്നെ മോൾ ഫ്രാക്ഷനും ഉള്ള റിലേഷൻ കണ്ടുപിടിച്ചത് റൗൾട്ട് ആണ്. തെറ്റാൻ പാടില്ല. ഓക്കെ, എന്താണ് റൗൾസ് ലോയിൽ പറയുന്നത്? The partial vapor pressure of each component present in a solution is directly proportional to its mole fraction. ലോക വളരെ ചെറുതാണ് അല്ലെ. എന്ത് ഈസിയാണ് പഠിക്കാൻ നോക്കൂ. The partial vapor pressure of each component present in a solution. ഒരു സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ പ്രഷേഴ്സ് they are directly proportional to its mole fraction. അതിന്റെ മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത്
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിട്ടൺ ആസ് PA. It is directly proportional to chi A, that is a mole fraction of component A. കമ്പോണന്റ് എനെ സംബന്ധിച്ച് അതിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് that is related to its mole fraction. That is PA is directly proportional to chi A. PA is equal to P0A into chi A. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റുന്ന സമയത്ത് നമുക്ക് വരുന്നതാണ് P0A. And what is P0A? It is the vapor pressure of the pure component A. ഇത് മനസ്സിലാവാനാണ് ഞാൻ നേരത്തെ തന്നെ എന്താണ് PA യും എന്താണ് PB എന്നും എന്താണ് P0A എന്നും P0B എന്നൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ? ഇനി കമ്പോണന്റ് ബിനെ സംബന്ധിച്ച് PB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു chi B and PB is equal to P0B into chi B. ഇനി ശരിക്കും ഈ P0A എവിടെന്നാ വന്നേന്നുള്ളത് ഞാനൊന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. കാണാതെ പഠിക്കൊന്നും വേണ്ട, എന്നാൽ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ മനസ്സിലാക്കി PA is directly proportional to chi A എന്ന്. അതെ, അതായത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് PA is directly proportional to chi A. PA is equal to K into chi A. നമ്മൾ ഹെൻറീസ് കോൺസ്റ്റന്റ് ചെയ്തപ്പോ KH എഴുതിയിരുന്നു അല്ലെ. ഇവിടെ Hന്റെ ആവശ്യമില്ല, വെറും K എന്ന് എഴുതിയാൽ മതി. ഇനി ബൈനറി സൊല്യൂഷൻ ആവുമ്പോ അവിടെ ഒരു സൊല്യൂട്ടും സോൾവെന്റും ഉണ്ടാവുമല്ലോ. അവരുടെ മോൾ ഫ്രാക്ഷൻ, അതായത് ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫോർ എ ബൈനറി സൊല്യൂഷൻ ദ സം ഓഫ് ഈച്ച് മോൾ ഫ്രാക്ഷൻ വിൽ ബി ഈക്വൽ ടു 1. അതായത് chi A പ്ലസ് chi B എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ chi A പ്ലസ് chi B ഇസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. chi B എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ, അതായത് ഒരു കമ്പോണന്റ് ഇവിടെ ആബ്സെന്റ് ആണെങ്കിൽ chi A എന്ന് പറയുന്നത് 1 ആയിട്ട് വരില്ലേ. അതായത് chi A 1 ആവാന്ന് പറയുമ്പോ അവിടെ ആകെ ഒരു കമ്പോണന്റേ ഉള്ളൂ. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു കമ്പോണന്റ് മാത്രം ആവുമ്പോ അതൊരു പ്യുവർ സോൾവെന്റ് ആണ് എന്നുള്ളത്. ആ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0A കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നത് അല്ലെ. അവിടെ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ തന്നെയാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദാറ്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതുകൊണ്ട് PA എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു P0A. അപ്പോ PA is equal to P0 എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ. ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ P0A എന്ന് പറയുന്നത് ഞാൻ ഇവിടെ 1 എന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ ഇവിടെ 1 എന്ന ഇക്വേഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. അപ്പൊ നമുക്ക് PAക്ക് പകരം ഇവിടെ P0 എന്ന് എഴുതാം. P0A is equal to K into chi A. chi A എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? P0A is equal to K into 1. Here K value is changed to P0A. കണ്ടോ? ഇങ്ങനെയാണ് ഈ P0A എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം നിങ്ങൾ വിട്ടാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ പഠിക്കാം കേട്ടോ. ഇത് നിങ്ങൾക്കൊന്ന് എങ്ങനെയാണ് ഈ P0A കിട്ടിയത് ഒന്ന് കാണിച്ചു തരാനാണ് ഞാൻ അവിടെ അങ്ങനെ എഴുതിയത്. ഓക്കെ, ഡിസ്കാർഡ് ചെയ്യണമെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക, വേണമെന്നുള്ളവർ അത് സ്വീകരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ നമുക്ക് ഇവിടെ PA യും കിട്ടി, PB യും കിട്ടി. ഇനി എന്താ അറിയേണ്ടത്? വാട്ട് ഇസ് ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ? നമുക്ക് നോക്കാം. PA is equal to P0A chi A and PB is equal to P0B chi B. Now what is P total? Total vapor pressure of the solution എന്ന് പറയുന്നത് is PA plus PB. And what is PA? It is P0A chi A. And what is PB? It is P0B chi B. And we know that chi A plus chi B is equal to 1. So what is chi B? That is equal to 1 minus chi A. അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? P0A into chi A plus P0B into what is chi B? Is 1 minus chi A. അപ്പൊ നമുക്ക് P0 chi A plus P0B minus P0B chi A കിട്ടിയാ? ഫൈനലായിട്ട് എന്ത് കിട്ടും നമുക്ക്? നോക്കിയേ, chi A നെ മാത്രം നമ്മൾ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. P0 ഇവിടെ ഉണ്ട് കേട്ടോ. P0A minus P0B into chi A പ്ലസ് P0B എന്ന് പറഞ്ഞിട്ട് കിട്ടി. എന്ത്?
പി ടോട്ടൽ. അപ്പൊ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ടോട്ടൽ വേപ്പർ പ്രഷർ അറിയാൻ ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ അറിഞ്ഞാൽ മതി, അല്ലെ? ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ മനസ്സിലായി കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ഈസിലി ദ ടോട്ടൽ വേപ്പർ പ്രഷർ. ഒരു കാര്യം, when we plot a graph with the vapor pressure on the y-axis and the mole fraction on the x-axis, we will get a straight line. That means we can relate this equation to y is equal to mx plus c. അപ്പൊ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ കിട്ടും. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞു തന്നതൊക്കെ മനസ്സിലായോ? ഈ കൺസെപ്റ്റ് മനസ്സിലായെങ്കിലേ ഞാനും പറയുന്ന ഗ്രാഫ് മനസ്സിലാവുള്ളൂ കേട്ടോ. അതായത് ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്, വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ. Now it is a turn to study the plot of vapor pressure and mole fraction of an ideal solution at a constant temperature. റൗൾസ് ലോ പ്രകാരം മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്, അതാണിത്. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ എന്തെല്ലാം എഴുതിയിട്ടുള്ളതെന്ന് ഒന്ന് പറഞ്ഞു തരാം. എക്സ് ആക്സിസില് മോൾ ഫ്രാക്ഷൻ ആണ് എടുത്തിട്ടുള്ളത്, വൈ ആക്സിസില് വേപ്പർ പ്രഷർ ആണ്. ഇവിടെ കാണിച്ചിട്ടുള്ളതും വൈ ആക്സിസ് ആണ്, ഇവിടെയും വേപ്പർ പ്രഷർ ആണ്. ഇത് ക്ലോസ് ചെയ്തേ ഉള്ളൂ, ഇത് ഇതിനോട് പാരലായിട്ട് വരച്ചത് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഈ എക്സ്ട്രീം ലെഫ്റ്റില് കൈ is equal to 1 and കൈ b is equal to 0. Here the pure component is A. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കൈ a plus കൈ b is equal to 1. The sum of the mole fraction is always equal to 1. കൈ എയുടെ വാല്യൂ 1 കിട്ടണമെങ്കിൽ കൈ b എന്തായിരിക്കണം? It will be 0. അല്ലേ? അവിടെ ആ ഒരു കമ്പോണന്റ് പാടില്ല, അതാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും കൈയുടെ വാല്യൂ എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. അറ്റ് ദ സെയിം ടൈം കൈ ബി വാല്യൂ ഇൻക്രീസസ്. സോ എക്സ്ട്രീം റൈറ്റില് കൈ ബിയുടെ വാല്യൂ 1 ആയിട്ടുണ്ട്. ദ പ്യുവർ കമ്പോണന്റ് ഇസ് ബി. ഇനി പ്യുവർ കമ്പോണന്റ് ബിക്ക് നേരെ കാണാം അതിന്റെ പ്യുവർ ഇതെന്താണ്? ഈ P0B എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദി വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് ബി. അതായത് കൈ ബി 1 ആകുമ്പോൾ P0B എന്ന് പറയുന്നത് മാക്സിമത്തിലെത്തും. ഇതുപോലെ കൈ എ 1 ആകുമ്പോൾ P0A എന്ന് പറയുന്നത് മാക്സിമത്തിലെത്തും. P0A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ്. ഇനി എന്തെല്ലാമാണ് ഈ ഒരു ഗ്രാഫിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. When chi A is equal to 1, PA is equal to P0A into chi A, that is equal to P0A. അതായത് കൈ എക്ക് നമ്മൾ 1 കൊടുത്തു, സോ പി എ എന്ന് പറയുന്നത് P0A ആയി. അതായത് പി എ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ പാർഷ്യൽ പ്രഷർ ഓഫ് ദി കമ്പോണന്റ് എ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദി വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് എ വെൻ കൈ വാല്യൂ ഇസ് 1. ഇനി കൈ ഈസ് ഈക്വൽ ടു 0 വരുമ്പോ ഇതേ എക്സ്പ്രഷനിൽ നമുക്ക് കൊടുക്കുമ്പോ ഈ മൊത്തം വാല്യൂ എന്തായിട്ട് പോയി? 0 ആയി, അല്ലെ? ഇതിന്റെ അർത്ഥം എന്താ? ദിസ് മീൻസ് the vapor pressure of component A is maximum when chi A is equal to 1 and 0 when chi A is equal to 0. അതായത് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കമ്പോണന്റ് എയുടെ മാക്സിമത്തിൽ എത്തുന്നു when chi A is equal to 1. chi A 1 ആകുമ്പോ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് it becomes to a maximum level. So that is represented by P0A. And the vapor pressure is 0 when chi A is equal to 0. വേപ്പർ പ്രഷർ 0 ആണ്, കൈ എ വാല്യൂ 0 ആകുമ്പോ. അപ്പൊ ശരിയല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഈ 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലേക്ക് എത്തി, അല്ലെ? അപ്പൊ ഇതാണ് പി എ എന്ന കമ്പോണന്റ് പ്ലോട്ട്. ഇത് ഇതേപോലെ തന്നെ കൈ ബി 0 ആവുമ്പോ അത് മിനിമത്തിലാണ്, അത് 1ലേക്ക് എത്തുമ്പോ നോക്കൂ, വെൻ കൈ ബി ഈക്വൽ ടു 1 അത് മാക്സിമത്തിൽ എത്തി. സോ P0B എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് ബി. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, when chi b is equal to 1, PB is equal to P0B. And when chi b is equal to 0, PB is equal to 0. അതിന്റെ ഗ്രാഫാണ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. chi b 0 ആവുമ്പോ 0 and it increases when the mole fraction increases and it reaches to a maximum and it is represented by P0B. ഇനി PT എന്ന് പറയുന്നത് it is the sum of this
partial pressures PA and PB. PT is equal to PA and PB. അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? It indicates that the vapor pressure of the solution lies between the vapor pressure of P0A and P0B. ഇതിന്റെ ഇടയിലായിരിക്കും ഈ ടോട്ടൽ വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ഗ്രാഫിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ 1-2 പ്രാവശ്യം കണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുക. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഇതുപോലെ ഒന്നും കൊടുത്തിട്ടില്ല. ഇതൊക്കെ മനസ്സിലായാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് വരയ്ക്കാം. ഓക്കെ, ഇത് എന്തായിരുന്നാലും വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. ഇനി ഒരു ചെറിയ കാര്യം കൂടി പഠിപ്പിച്ചിട്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. സോ നെക്സ്റ്റ് ഈസ് ദി റൗൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയുടെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് റൗൾസ് ലോ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ദിവസം സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് പഠിപ്പിച്ചു തന്നപ്പോ ഹെൻറീസ് ലോനെ കുറച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അക്കോർഡിംഗ് ടു റൗൾസ് ലോ P is equal to P0A into Ka. നമ്മൾ നേരത്തെ കണ്ടതാണ്. And according to Henry's law, P is equal to Kh into Ka. And P0A and Kh are the proportionality constants. And one of the similarity between these two expressions എന്താണ്? PA is directly proportional to Ka. PA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the partial vapor pressure. The partial vapor pressure of each component is directly proportional to its mole fraction. ശരിയല്ലേ? രണ്ടിലും അതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റൗൾസ് ലോ ക്യാൻ ബി റിഗാർഡഡ് ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ ഇൻ വിച്ച് KH ബിക്കംസ് ഈക്വൽ ടു P0A. അപ്പോ KH ഉം P0A യും ഈക്വൽ ആണ് വരിക എന്നുള്ളത് ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഓക്കെ, ഇന്ന് ഞാൻ എടുത്ത ഈ പാഠഭാഗം ഉണ്ടല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ഈ ചാപ്റ്ററിലേക്ക് വെച്ചിട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുത്തത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പുതിയ കൺസെപ്റ്റുകളാണ് മനസ്സിലാക്കിയെടുക്കാൻ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ശ്രമിച്ചെങ്കിലേ ആ ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാം വളരെ ഈസി ആവണമെന്നില്ലല്ലോ. പക്ഷെ ഇത് നന്നായി പഠിച്ചു കഴിഞ്ഞാലോ ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോ അത് ചെയ്യുന്നതല്ലേ നല്ലത്. എല്ലാ കുട്ടികളും ഈ ഒരു ടോപ്പിക്ക് നല്ല ശ്രദ്ധയോടു കൂടിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.